അമ്മോ അവർക്ക് ചലഞ്ച് മീ മൈ ഫ്രണ്ടിൽ ഒരു പുതിയ റെസിപ്പി കിട്ടിയിട്ടുണ്ട്. പോവാൻ പറ്റേ. ആരുടെ റെസിപ്പി എന്ന് പറയണ്ടേ? റിയ തോമസിന്റെ റെസിപ്പി. റിയ ഓർമ്മയുണ്ടോ? Whose cousin's daughter? Your cousin's daughter. മമ്മിയുടെ കസിന്റെ ഡോട്ടർ. യെസ്, റിയനെ ഓർമ്മയുണ്ടല്ലേ? റിയയുടെ ഒരു സിമ്പിൾ ഈസി ചോക്ലേറ്റ് പുഡിംഗ്. വെയിറ്റ്, നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യും, ബോയിൽ ചെയ്യും, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കും. ഓക്കെ, റെഡി? ഉണ്ടാക്കാൻ പോവാം. അപ്പൊ ആദ്യം നമുക്ക് 200 grams ഷുഗർ വേണം. ഇത് കണ്ട ഇങ്ങനെ നല്ല ചെറിയ തരികളുള്ള ഷുഗർ ആണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് അത് നമ്മുടെ പാത്രത്തിലേക്ക് ഇടാം. നെക്സ്റ്റ് കോൺഫ്ലവർ ഒരു 25 grams കോൺഫ്ലവർ അത് ഇട്ടോ. അപ്പൊ 3 tablespoon കൊക്കോ പൗഡർ അതിടാം. നെക്സ്റ്റ് പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. അപ്പൊ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇട്ടു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സ്റ്റിർ ചെയ്തെടുക്കോ. നെക്സ്റ്റ് നമുക്ക് ഒരു 600 ml മിൽക്ക് വേണം. അപ്പൊ അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നല്ലോണം വിസ്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെജ് ഇൻഗ്രീഡിയൻസും എല്ലാം നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തു അല്ലെ. ഇനി എന്താ ചെയ്യുന്നറിയോ? സ്റ്റവ് ഓൺ ആക്കാം. എന്നിട്ട് ഇത് കട്ടി ആവണ വരെ, ഒന്ന് തിക്ക് ആവണ വരെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. അതുവരെ നമ്മൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ കുറച്ച് നേരം എടുക്കാം. എന്തോരം നേരം എടുക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 7 മിനിറ്റ് ആയിട്ട് കേട്ടോ നമ്മളിത് വിസ്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് വിസ്ക് ചെയ്ത് നിൽക്കുന്നു, അടിയിൽ പിടിച്ചാലോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ ഇതിപ്പോ ദേ കണ്ട കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ മുഴുവനായിട്ടും ആ സ്പൂണിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു പോകണില്ലേ, അങ്ങനെ കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതിയിട്ട്. ഇനി നമുക്ക് ഈ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിൽ 2 കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാണ്ട്. എന്താ ആഡ് ചെയ്യാനുള്ളത്? ബട്ടർ എന്തോ 2 tablespoon ബട്ടർ ട്ടോ. ഓക്കെ, പിന്നെ ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ വേണം. എല്ലാം കൂടെ ഒന്നും കൂടെ വിസ്ക് ചെയ്ത് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഒന്നോലെ ഒരു വലിയ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു വെക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ സർവിംഗ് ബോൾസിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മു കഴിക്കാനും റെഡി ആയിട്ടുണ്ട്. അമ്മു അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തേ. കണ്ടെങ്ങനെ ജെല്ലി പോലെ ഇരിക്കണത്. ഞങ്ങൾക്ക് അധികം നേരം വെച്ചിട്ടില്ല കേട്ടോ. ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് തണുപ്പിച്ചുള്ളൂ. അപ്പോഴേക്കും അമ്മൂന് ക്ഷമ പോയി. കഴിക്കാനായിട്ട് അവൾ റെഡിയായി. ഓക്കെ, ഡു യു വാണ്ട് ടു ട്രൈ? ടേസ്റ്റ്. How is it? Good. Good? അമ്മൂന് ഇഷ്ടമായി റിയയുടെ റെസിപ്പി. താങ്ക് യു സോ മച്ച് റിയ ഫോർ ഷെയറിങ് ദ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കണ്ട പോലെ വളരെ സിമ്പിൾ ആയിട്ട് അമ്മൂനടക്കം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സ്മിതാസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ ബൈ.